മീരേ, ഹേ മീരേ, വേഗം വന്ന് മാവ് കുഴച്ചേ. എനിക്ക് റൊട്ടി ഉണ്ടാക്കണം. ഇല്ലമ്മേ, എനിക്ക് കുഴയ്ക്കാൻ പറ്റില്ല. കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. എന്താ, അതിരാവിലെ നീ വീണ്ടും മൈലാഞ്ചി ഇട്ടോ? നിനക്കേ ഒരു ബോധവുമില്ല. എന്നെ സഹായിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും മൈലാഞ്ചി ഇടല. വാ, വേഗം കൈകഴുകി വാ. എനിക്കിനി ജോലിക്ക് പോകാനുള്ളതാ. അമ്മേ, ഇന്ന് മാത്രം. നോക്ക്, ഞാൻ കഷ്ടപ്പെട്ട് എന്ത് നല്ല ഡിസൈൻ ആയിട്ടിരിക്കുന്നത്. അമ്മ മീരയുടെ കൈകൾ നോക്കിയ ഉടനെ അവരുടെ ദേഷ്യം ആ നിമിഷം തന്നെ മാഞ്ഞുപോയി. അവർ മീരയോട് പറഞ്ഞു, അയ്യോ മീരേ, നീ നന്നായി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. അതെ അമ്മേ, ഇന്നലെ ശാന്തി ചേച്ചി ഒരു ബുക്ക് തന്നു. അതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ടായിരുന്നു. അത് നോക്കിയാ ഞാൻ ഇതെല്ലാം ഇട്ടത്. കൊള്ളാമല്ലേ? നല്ല ഭംഗിയുണ്ട്. ആ, എന്നാൽ എനിക്ക് അയ്യോ, നിന്നോട് സംസാരിച്ചിരുന്ന് ഇന്നും ലേറ്റായി. ഇത് പോരാഞ്ഞിട്ട് നിന്റെ കയ്യിലാണെങ്കിൽ മൈലാഞ്ചിയും. അമ്മേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? 1 മണിക്കൂറിൽ എന്റെ മൈലാഞ്ചി ഉണങ്ങും. അപ്പോൾ ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാം. മീര പറയുന്നത് കേട്ട് കാവേരി ജോലിക്കായി പുറപ്പെട്ടു. അവർ ഒരു വലിയ ബിൽഡിംഗിൽ ജോലി ചെയ്തിരുന്നു. ഈ ജോലിയിലൂടെയാണ് അവരുടെ വീട്ടുകാര്യങ്ങൾ നടന്നിരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റിൽ കാവേരിയുടെ ഭർത്താവ് മരിച്ചിരുന്നു. അന്നു മുതൽ കാവേരിയാണ് വീട് നോക്കുന്നത്. മീരയും വീട്ടുജോലിയിൽ സഹായിച്ചിരുന്നു. മീരയ്ക്ക് മൈലാഞ്ചി ഇടാൻ ഒരുപാട് ഇഷ്ടമാണ്. അവൾ വീടിനു പുറകിൽ ഒരുപാട് മൈലാഞ്ചി ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു. ചെടികളെ നന്നായി പരിപാലിച്ചിരുന്നു. അവൾ തന്റെ കൈകൊണ്ട് തന്നെ മൈലാഞ്ചി അരച്ച് അവളുടെ കയ്യിൽ അത് ഇടാൻ തയ്യാറാക്കുമായിരുന്നു. ഒരു ദിവസം, മീരേ, നമുക്ക് ഈ സ്ഥലത്തിൽ കുറച്ച് കൃഷി ചെയ്യേണ്ടി വരും. ഈ ചെടി കൊണ്ട് നമുക്ക് ഒരു ലാഭവുമില്ല മോളെ. കൃഷി ചെയ്താൽ കുറച്ച് പണമെങ്കിലും കിട്ടും. പറ്റില്ല, എന്റെ ചെടിയിൽ അമ്മ കൈകൾ വയ്ക്കരുത്. കടയിൽ പോയി മൈലാഞ്ചി വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പണം പോലുമില്ല. ഇതെങ്കിലും നിൽക്കട്ടെ. ഇങ്ങനെ കരഞ്ഞുകൊണ്ട് മീര പറഞ്ഞു. കാവേരി അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു, എനിക്കറിയാം മോളെ, നിനക്ക് മൈലാഞ്ചി ഇടുന്നത് ഒരുപാട് ഇഷ്ടമാണെന്ന്. എന്നാൽ നമ്മുടെ അവസ്ഥ അറിയില്ലേ? ഞാൻ എത്ര കഷ്ടപ്പെട്ടാ. എനിക്ക് മനസ്സിലാകുന്നുണ്ടമ്മേ. പോ, അമ്മ എന്തെങ്കിലും ചെയ്യ്. ഇങ്ങനെ പറഞ്ഞ് മീര അവിടെ നിന്നും കരഞ്ഞുകൊണ്ടേ പോയി. കാവേരിയുടെ മനസ്സും വേദനിച്ചു. അവർ മീരയുടെ ചെടികൾ തൊട്ടതേയില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരുപാട് ജോലി ചെയ്യുന്നതുകൊണ്ട് കാവേരിയുടെ ആരോഗ്യം വഷളായി. ഇടയ്ക്കിടെ ഇത് സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ മീര പറഞ്ഞു, അമ്മേ, അമ്മ കിടന്നോ? അമ്മയ്ക്ക് പനിയാ. രാത്രിയും ഉറങ്ങിയില്ല. ഞാൻ ജോലിക്ക് പോകാം. വേണ്ട മീരെ, നീ എങ്ങനെ പോകാനാ? വേണ്ട, കുഴപ്പമില്ല, ഞാൻ പോകാം. കാവേരി അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ അവർക്ക് പെട്ടെന്ന് തലകറങ്ങാനും തുടങ്ങി. മീര അവരെ താങ്ങി നിർത്തി കട്ടിലിൽ കിടത്തി. എന്നിട്ട് പറഞ്ഞു, മതി അമ്മേ, അമ്മ ഇനി റെസ്റ്റ് എടുത്തോ. അമ്മയ്ക്ക് പകരം ഞാൻ ജോലിക്ക് പോകാം. കാവേരി വീട്ടിൽ വിശ്രമിക്കുക തന്നെയാണ്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവർക്ക് നല്ല ചികിത്സ വേണമായിരുന്നു. അതിന് പണമില്ല. മറ്റൊരു വശം മീര ദിവസവും വെളിയിൽ ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാ ജോലികളും ചെയ്യണമായിരുന്നു. അതുകൊണ്ടവൾക്ക് മൈലാഞ്ചി ഇടാൻ സമയമേ കിട്ടിയില്ലായിരുന്നു. മീരേ, ഒരുപാട് നാളായി നീ മൈലാഞ്ചി ഇടുന്നില്ല. അതിനോടെനിക്ക് താല്പര്യമില്ല. ആണോ? നിനക്ക് താല്പര്യമില്ല അല്ലേ? എനിക്കെല്ലാം അറിയാം. എനിക്ക് വയ്യാത്തതുകൊണ്ട് പാവം എന്റെ കുഞ്ഞിന്റെ മുകളിൽ എല്ലാ ഉത്തരവാദിത്വവും വന്നു. ഇനി മതി, ഒരുപാട് ഞാൻ വിശ്രമിച്ചു. മീരേ, മോള് പോയി മൈലാഞ്ചി ഇട്. ഞാനിന്ന് ജോലിക്ക് പോകാം. വേണ്ടമ്മേ, അമ്മ എവിടെയും പോകണ്ട. ഞാൻ എല്ലാം ചെയ്തോളാം. അമ്മ വിഷമിക്കണ്ട. ഞാൻ ഇപ്പോൾ വളർന്നില്ലേ അമ്മേ? എനിക്കിപ്പോൾ മൈലാഞ്ചി ഒന്നും വേണ്ട. ഇങ്ങനെ പറഞ്ഞ് മീര വീട്ടിൽ നിന്നും ജോലിക്കായി പുറപ്പെട്ടു. ഇവിടെ കാവേരിയും കരയാൻ തുടങ്ങി. മീര ഒരുപാട് വീടുകളിൽ ജോലി ചെയ്തിരുന്നു. അതിൽ ഒരു വീട് ആരതിയുടേതാണ്. അവരുടെ വീട്ടിൽ തീജ് വളരെ ആർഭാടമായി ആഘോഷിക്കുമായിരുന്നു. തീജിന്റെ ഒരുക്കത്തിൽ മീരയും സഹായിച്ചുകൊണ്ടിരുന്നു. അതേസമയം, അയ്യോ, എന്താ നീ ഇങ്ങനെ ചെയ്തേ? എന്റെ വീട്ടിൽ എന്റെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം വിളിച്ചു. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാലെങ്ങനാ? ഒരുപാട് നേരം ഇങ്ങനെ ആർഗ്യൂ ചെയ്ത ശേഷം ആരതി ഫോൺ വച്ചു. അവരുടെ വിഷമം കണ്ട് മീര ചോദിച്ചു, മാഡം, എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ മീരേ, പ്രശ്നമായി. നാളെ തീജ് ഫംഗ്ഷനല്ലേ? മൈലാഞ്ചിയിടാൻ എല്ലാവരെയും ഞാൻ വിളിച്ചു. അവസാന നിമിഷം പാർലറിലെ ലേഡി വരില്ലെന്ന്. നാളെ വരാൻ പറ്റില്ലത്രേ. ഇപ്പോൾ എന്തു ചെയ്യും? ഇങ്ങനെ ഇപ്പോൾ ആര് മൈലാഞ്ചിയിടാൻ വരാനാണ്? മാഡം, എനിക്ക് ചെറുതായിട്ടൊക്കെ മൈലാഞ്ചിയിടാൻ അറിയാം. അയ്യോ അതെ, കാവേരി എന്നോടൊരു തവണ പറഞ്ഞു നിനക്ക് മൈലാഞ്ചിയിടാൻ ഒരുപാട് ഇഷ്ടമാണെന്ന്. എനിക്കൊരു കുഴപ്പവുമില്ല. എന്നാൽ ഒരുപാട് ഇടണം, അത് നീ അറിഞ്ഞോ? പിന്നെ മൈലാഞ്ചി നല്ല രീതിയിൽ ഇടണം കേട്ടോ. മാഡം ഒന്നോർത്തും വിഷമിക്കണ്ട, ഞാൻ നന്നായി മൈലാഞ്ചി ഇടും.
നാളുകൾക്ക് ശേഷം മീരയുടെ മുഖത്തിൽ സന്തോഷം വന്നു. അവൾ വീട്ടിൽ പോയതും ഒരുപാട് മൈലാഞ്ചി ഇലകൾ പറിച്ച് കല്ലിൽ അത് അരയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് കാവേരി മീരയോട് പറഞ്ഞു, മീരെ, വൈകുന്നേരമായി, ഇപ്പോൾ മൈലാഞ്ചി ഇടണ്ട, നല്ല തണുപ്പുമാ. ഈ മൈലാഞ്ചി എനിക്ക് വേണ്ടിയല്ലമ്മേ, 5ാമത്തെ നിലയിലെ മേഡമില്ലേ, അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. ആണോ? തെറ്റൊന്നും സംഭവിക്കരുതേ, അവർ വലിയ ആൾക്കാരാ. അമ്മേ, അമ്മ ഒന്നോർത്തും വിഷമിക്കണ്ട. ഞാൻ മൈലാഞ്ചി ഇടുമ്പോൾ ഒരു തെറ്റും സംഭവിക്കില്ല. മീര ഒരുപാട് മൈലാഞ്ചി അരച്ച് അടുത്ത ദിവസം ആരതിയുടെ വീട്ടിൽ പോയി. അവൾ മൈലാഞ്ചി കോണിൽ ഫിൽ ചെയ്യുമ്പോൾ ആരതിയുടെ ഫ്രണ്ട് ആരതിയോട്, ആരതി, നീ ഈ ആരെയാ വിളിച്ചത്? ഞാനൊരു പാർലറിലെ നമ്പർ തന്നില്ലേ, അതിൽ നീ വിളിച്ചോ? സംസാരിച്ചു, എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ അവർ ക്യാൻസൽ ചെയ്തു. നീ പേടിക്കണ്ട, ഇത് മീര. ഇത് എന്റെ ഹൗസ്മേഡ് കാവേരിയുടെ മകളാ. ഇവൾ മൈലാഞ്ചി നന്നായി ഇടും. ഓഫോ ആരതി, ഒന്ന് പോ. പാർലറിലൊക്കെ പ്രത്യേകതയുണ്ട്. അവരുടെ മെറ്റീരിയൽസ് ബ്രാൻഡഡ് ആണ്. അവരുടെ വർക്കിൽ ഗ്യാരണ്ടിയും കാണും. പിന്നെ ഇവളുടെ മൈലാഞ്ചി എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ലേബൽ പോലുമില്ല. കയ്യിലെന്തെങ്കിലും മോശമായി റിയാക്ട് ആയാൽ? നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മാഡം. ഈ മൈലാഞ്ചി എന്റെ കൈകൾ കൊണ്ട് അരച്ചതാ. എന്റെ വീട്ടിൽ ഒരുപാട് മൈലാഞ്ചി ചെടികളുണ്ട്. കൈക്ക് പ്രശ്നം വരുന്ന ഒന്നും ഇതിലില്ല. ഇല്ല, സോറി ആരതി, ഞാൻ എന്റെ കയ്യിൽ റിസ്ക് എടുക്കാൻ ഒരുക്കമേ അല്ല. നിങ്ങൾ വേണമെങ്കിൽ ഇട്ടോ, ഞാൻ പാർലറിൽ പോയി ഇട്ടോളാം. ഇങ്ങനെ പറഞ്ഞ ആരതിയുടെ ഫ്രണ്ട് ശാലിനി അവിടെ നിന്നും പോയി. ആരതി മീരയെ നോക്കി ജോലി തുടങ്ങാൻ പറഞ്ഞു. എന്റെ ദൈവമേ, സമ്മതിച്ചു തരണം, ഈ കുട്ടി നന്നായി മൈലാഞ്ചി ഇട്ടു. എന്നാൽ എനിക്കെന്തോ പാർലറിൽ മൈലാഞ്ചി ഇടുന്നത് പോലെ ഇവിടെ കളർ വരില്ലെന്ന് തോന്നുന്നു. എടി ശാലിനി, വെറുതെ ഇരിക്കേ. മൈലാഞ്ചി എങ്ങനെ വരുമെന്ന് നാളെ നമുക്ക് കണ്ടറിയാം. അവൾ കൊച്ചുകുട്ടിയാ, പേടിപ്പിക്കല്ലേ. എനിക്കെന്താ, എന്റെ കൈക്ക് കുഴപ്പമൊന്നും വരില്ല. നിങ്ങൾ തന്നെ ഇട്ട് നിങ്ങൾ തന്നെ അനുഭവിക്ക്. ശാലിനി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. മീരയുടെ മൈലാഞ്ചി ശരിപ്പെട്ട് വരില്ല എന്നവർ കരുതി. അതുമല്ലാതെ കയ്യിലെന്തെങ്കിലും റിയാക്ഷൻ നടന്നാലോ? എന്നാൽ സംഭവിച്ചതോ മറ്റൊന്നാണ്. അടുത്ത ദിവസം മീരയുടെ വീട്ടിൽ, ആ മാഡം, ഇവിടെ എന്താ? ഇന്ന് ജോലിക്ക് വരണ്ട എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ, അതുകൊണ്ടാ വരാത്തത്. അതെ, നീ ഇന്നലെ ഒരുപാട് ക്ഷീണിച്ചില്ലേ, അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ ജോലിക്ക് വിളിക്കാൻ വന്നതല്ല, വേറൊരു കാര്യത്തിന് വന്നതാ. അകത്ത് വിളിക്കില്ലേ? അയ്യോ, എന്നോട് ക്ഷമിക്കണേ. വരൂ, കയറി വരൂ. ആരതിയെ കണ്ട് കാവേരി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് വന്നു. അവിടെ ആരതിയുടെ ഫ്രണ്ട് ശാലിനിയും വന്നു. മീര അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ മേഡം, എന്റെ മൈലാഞ്ചി നന്നായിട്ട് വന്നിട്ടില്ലേ? അത് ഞാൻ പറയില്ല, ശാലിനി തന്നെ പറയും. അപ്പോൾ ശാലിനി അവളുടെ കൈകൾ മീരയെ കാണിച്ചു. അവളുടെ കയ്യിൽ ഒരുപാട് വ്രണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ മീര അവരോട് പറഞ്ഞു, അയ്യോ, ഇത് എങ്ങനെ പറ്റി മേഡം? ഞാൻ നിന്റെ മൈലാഞ്ചി ഇട്ടില്ല. നിന്നെ ഞാൻ അപമാനിച്ചു, അതിനുള്ള ശിക്ഷയും കിട്ടി. ഞാൻ നല്ല കോസ്റ്റ്ലി ആയ പാർലറിലാ മൈലാഞ്ചി ഇട്ടത്. മൈലാഞ്ചിക്ക് കളർ വേണമെന്ന് ഞാൻ അവരോട് സ്ട്രോങ് ആയി പറഞ്ഞു. അതുകൊണ്ടാ മൈലാഞ്ചിയിൽ അവർ എന്തൊക്കെ ചേർത്തോ ആവോ. പിന്നെ എന്റെ കൈകൾ ഇങ്ങനെയായി. എന്നാൽ മറ്റൊരു വശം നിന്റെ മൈലാഞ്ചി ആരൊക്കെ ഇട്ടോ അവരുടെ കൈയെല്ലാം സൂപ്പറാ. നോക്ക്, ആരതിയുടെ കൈ നോക്ക്. ആരതി അവളുടെ കൈകൾ കാണിച്ചു. ആ കൈകളിൽ മീര ഇട്ട മൈലാഞ്ചി വളരെ മനോഹരമായി കാണപ്പെട്ടു. അപ്പോൾ ആരതി കാവേരിയോട് പോയി പറഞ്ഞു, മതി കാവേരി, മീരയെ കൊണ്ട് ഒരുപാട് വീട്ടുജോലികൾ ചെയ്യിപ്പിച്ചല്ലോ. ഇനി അവൾക്ക് എന്തിഷ്ടമുണ്ടോ അതവൾ ചെയ്യട്ടെ. എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഇവൾ എല്ലാവരുടെ കയ്യിലും മൈലാഞ്ചി ഇടട്ടെ. എന്റെ ഫ്രണ്ടിന് സ്വന്തമായി ബ്യൂട്ടി പാർലറുണ്ട്. അവൾക്ക് മീരയുടെ വർക്കും മൈലാഞ്ചിയുടെ ക്വാളിറ്റിയും ഇഷ്ടമായി. മീരയ്ക്ക് അവൾ ജോലി കൊടുക്കും. മീരയ്ക്ക് ഒരുപാട് പണവും കിട്ടും. അതുമല്ലാതെ പാർലറിലെ ഒരുപാട് ജോലിയും അവൾ പഠിക്കും. ആരതി പറഞ്ഞത് കേട്ടതും കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ കൈകൾ കൂപ്പി ആരതിയോട് നന്ദിയും പറഞ്ഞു. മീരയും സന്തോഷിച്ചു. അവൾക്കിപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ജോലിയും ചെയ്യാം, പിന്നെ പണവും സമ്പാദിക്കാം. അതോടൊപ്പം അമ്മയ്ക്ക് നല്ല ചികിത്സയും കൊടുക്കാം. ഒരു കാലത്ത് സംഭവിച്ച കാര്യമാണിത്. കേശവപൂർ എന്ന ഗ്രാമത്തിൽ സരള എന്നൊരു വിധവയായ അമ്മ അവരുടെ മകനും മരുമകളുമായി ജീവിച്ചു കൊണ്ടിരുന്നു. സരളയുടെ മരുമകൾ ജയ ക്രൂരയാണ്. അവൾ സരളയോട് എപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കും. ജയയുടെ ഭർത്താവ് കിഷൻ നഗരത്തിലൊരു തൊഴിലാളിയാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും നാട്ടിൽ വരുള്ളൂ. കിഷൻ ചിലവിനു വേണ്ടി പൈസ നാട്ടിലേക്ക് അയക്കുമ്പോൾ 2 കവറിലാണ് അയക്കുക. ഒന്ന് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക്, ഒന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്. പക്ഷെ ജയ സരളയുടെ പൈസ പോലും അവളുടെ കയ്യിൽ വെക്കും. അതുപോലെ ഒരു ദിവസം, സരളാദേവി ജയാജിയുടെ പേരിൽ മണി ഓർഡർ വന്നിട്ടുണ്ട്. തരൂ, വേഗം തരൂ ഏട്ടാ. സരളാദേവി സൈൻ ചെയ്താലേ നിങ്ങൾക്ക് ഈ പണം കിട്ടൂ. അവർ റെസ്റ്റ് എടുക്കുകയാ. നിങ്ങൾ തരൂ, ഞാൻ ഒപ്പ് വാങ്ങിയിട്ട് വരാം. കിഴവി, ഇതിൽ ഒപ്പിട്ടതാ, വേഗം. മണി ഓർഡർ എനിക്ക് തരൂ ചേട്ടാ.
ജയ എല്ലാ പൈസയും അവളുടെ കയ്യിൽ തന്നെ വെച്ചു. ആ പൈസ കൊണ്ട് അവൾക്കും അവളുടെ മകൻ പിറ്റുവിനും പലഹാരങ്ങൾ വാങ്ങി. അമ്മേ, എനിക്ക് നന്നായി വിശക്കുന്നു. ഇവിടെ നോക്ക്, ഞാൻ നിനക്ക് എന്ത് വാങ്ങിയെന്ന്. ഇഡലി, പൂരി, ദോശ, വട. വാ, നമുക്ക് രണ്ടുപേർക്കും കഴിക്കാം. നന്നായി രസിച്ച് കഴിക്കാമെടാ. മോളെ ജയേ, ഒരുപാട് വിശക്കുന്നു മോളെ. എനിക്ക് രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ച് എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ കിട്ടിയാൽ. ഈ കിളവിക്ക് എപ്പോഴും വിശന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കഴിക്കുമ്പോൾ അത് കണ്ണു വെക്കാനാണ്. ഹാ, ഇന്നാ പിടിക്ക്, പാതി വട തരാം. ഇനി രാത്രി വരെ ഒന്ന് ചോദിക്കരുത്. അല്ല, നിങ്ങളോട് അലക്കാൻ പറഞ്ഞില്ലേ? എന്താ ഇനി അലക്കാഞ്ഞത്? ഈ വട കഴിച്ചിട്ട് പോയി എല്ലാ തുണിയും അലക്കണം. അല്ലെങ്കിൽ എന്നേക്കാൾ മോശമായവൾ വേറെ ഉണ്ടാകില്ല. പാവ സരളയുടെ വയറ് ആ ചെറിയ വട കൊണ്ട് എങ്ങനെ നിറയും? അവർ വീണ്ടും പണിയെടുക്കാനായി തുടങ്ങി. ഒരു ദിവസം കിഷൻ സിറ്റിയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരുന്നു. കിഷൻ അവരുടെ അമ്മയോട് അവൻ അയക്കുന്ന പൈസ കിട്ടുന്നു എന്ന് ചോദിക്കുമെന്ന് ജയയ്ക്ക് നന്നായി അറിയാം. അതിനെക്കുറിച്ച് ആലോചിച്ച് ജയ പേടിച്ചുപോയി. അതുകൊണ്ട് സരളയോട് ഇങ്ങനെ പറഞ്ഞു. കിഴവി, നിങ്ങളുടെ മകൻ അയക്കുന്ന പൈസ നിങ്ങൾക്ക് കിട്ടില്ലെന്ന് നിങ്ങളുടെ മകനോട് പറഞ്ഞാ പിന്നെ നടക്കുന്നതേ വേറെയാ. അദ്ദേഹം ഒരു ദിവസം നിന്നിട്ട് പൊക്കോളും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ക്രൂരത നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനോട് കരഞ്ഞ് നാടകം കളിക്കണ്ട. ഇല്ല മോളെ, ഞാൻ കിഷനോട് ഒന്നും പറയില്ല. അമ്മേ, ഞാൻ പണമൊക്കെ അയച്ചിരുന്നല്ലോ. അതെല്ലാം അമ്മയ്ക്ക് കിട്ടിയില്ലേ? അയ്യോ, നിങ്ങൾ എന്താ പറയുന്നേ ഏട്ടാ? ഞാൻ അമ്മയ്ക്ക് പൈസ കൃത്യമായി കൊടുക്കുന്നുണ്ട്. അമ്മേ, ഇതാ ചൂടായ ബജ്ജി, നിങ്ങളും കഴിക്കൂ. കിഷൻ 2 ദിവസം ഇരുന്ന് സിറ്റിയിലേക്ക് പോയി. ജയ വീണ്ടും പഴയ സ്വരൂപത്തിലേക്ക് വന്നു. നാളെ മുഴുവൻ പണിയെടുത്ത് സരള ഒരു ദിവസം മാവരച്ചു കൊണ്ടുവരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തലചുറ്റൽ വന്നു. അത് റിക്ഷയിൽ പോകുന്ന ഒരു പെൺകുട്ടി കണ്ടു. അവരെ എടുക്കാനൊന്ന് സഹായിക്കൂ ചേട്ടാ. പാവം ആരാണെന്നറിയില്ല. സുമൻ, നിന്റെ ഒപ്പം ആരാ വന്നേ? ഇവർ റോട്ടിൽ തലകറങ്ങി വീണതാണ്. ഇപ്പൊ ബോധം വന്നെന്ന് തോന്നുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല മോളെ. നിനക്ക് ഒരുപാട് നന്ദി മോളെ. ആന്റി, നിങ്ങൾ എന്തിനാ അത്ര ഭാരമായ ചാക്ക് പിടിക്കുന്നത്? നിങ്ങൾക്ക് കുട്ടികൾ. സരളയുടെ കണ്ണിൽ കണ്ണീർ വന്നു. അവർ കരയാൻ തുടങ്ങി. ആന്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറയൂ ആന്റി. നിങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നുന്നു. എന്തു ചെയ്യാനാ മോളെ, ഞാൻ ഈ ജീവിതത്തിലാകെ ഇല്ലാതായി. സരളയുടെ പൂട്ടിവെച്ച ദുഃഖമെല്ലാം പുറത്തു വന്നു. അവരുടെ ദുഃഖങ്ങൾ സുമനോട് പറഞ്ഞു. ഇപ്പൊ എനിക്ക് ലോകത്തിൽ ജീവിക്കേണ്ട ആഗ്രഹം തന്നെ തീർന്നു. ആന്റി അങ്ങനെ വിചാരിക്കല്ലേ, ഇങ്ങനെ വിഷമിക്കല്ലേ ആന്റി. നിങ്ങൾ നിങ്ങളുടെ മരുമകളോട് ചെല്ലല്ലേ ആന്റി. ഞങ്ങളോടൊപ്പം തന്നെ ഇരിക്കൂ. മോളെ, നീ വളരെ നല്ല കുട്ടിയാണ്. ആ ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് ഉണ്ടാവണമെന്നും. നിങ്ങൾ ഈ ഗ്രാമത്തിലാണോ താമസിക്കുന്നത്? ഞങ്ങൾ മെഹന്തി ഇടുന്നവരാ ആന്റി. ഞങ്ങൾ മൈലാഞ്ചി ഇടുന്ന പണികൾ ചെയ്യും. ഞങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ മെഹന്തി ഇട്ടിട്ട് വരും. ഞാനും ഈ പണിയൊന്ന് പഠിച്ചോട്ടെ? എന്തുകൊണ്ട് പറ്റില്ല? ഇത് വളരെ നല്ല കാര്യാ. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളും ചേർന്നോളൂ. നിങ്ങൾക്ക് മൈലാഞ്ചി ഇടാൻ ഞാൻ പഠിപ്പിക്കാം. സരള പെൺകുട്ടികളോടൊപ്പം ഇരുന്നു. കുറച്ചു ദിവസത്തിൽ അവർ നന്നായി മെഹന്തി ഇടാനും പഠിച്ചു. മറ്റൊരു ഭാഗത്ത് സരള വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് ജയ പേടിച്ചു. ഈ കിഴവി ഇത്ര ദിവസമായി എവിടെ പോയി തുലഞ്ഞു? ഒരു വിവരമില്ലല്ലോ. ബിറ്റുവിന്റെ അച്ഛൻ എല്ലാവരും സിറ്റിയിലേക്ക് വിളിച്ചിട്ടുമുണ്ട്. അവർക്കാകെ സുഖമില്ല അവരെ കൊണ്ടുവന്നില്ല എന്ന് അദ്ദേഹത്തോട് പറയാം. അത് ശരിയായിരിക്കും. ജയ ബിറ്റുവിനെ കൂട്ടിക്കൊണ്ട് നഗരത്തിൽ കിഷന്റെ അടുത്ത് ചെന്നു. എന്താ ജയേ, അമ്മ കൂടെ വന്നില്ലേ? അത് അമ്മയ്ക്ക് കുറച്ച് സുഖമില്ലാതായി. അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞത്. അനാവശ്യമായി ഇവിടെ വന്ന് വീണ്ടും സുഖമില്ലാതായാലോ? പക്ഷെ പെട്ടെന്ന് എന്താ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചത്? അയ്യോ, എന്റെ ഓണറുടെ മകളുടെ കല്യാണമാണ്. അദ്ദേഹം എന്തോ ജോലി തരാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിച്ചത്. അമ്മയ്ക്കും എന്റെ കൂടെ കുറച്ചുനാൾ താമസിക്കാമല്ലോ. ശരി, വാ, വന്ന് ഓണറിനെ ഒന്ന് കാണ്. നോക്ക് കിഷൻ, വൈകുന്നേരം മെഹന്തിയുണ്ട്. പണിയൊക്കെ നന്നായി ചെയ്യണം. വിരുന്നുകാരുടെ വരവേൽപ്പിൽ ഒരു കുറവും ഉണ്ടാകരുത്. മുതലാളിയമ്മേ, നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ഇത് എന്റെ ഭാര്യ. ഇവളെ ഗ്രാമത്തിൽ നിന്നുമാ വിവാഹം കഴിച്ചത്. ഇവൾ എല്ലാം നോക്കിക്കോളും. ജയ മെഹന്തി ഫംഗ്ഷന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരുന്നു. വിരുന്നുകാർ വരാൻ തുടങ്ങി. റിച്ച, മെഹന്തി ഇടുന്നവർ വന്നില്ല ഇനിയും. എത്ര മണിക്കാ വരാൻ പറഞ്ഞേ? അമ്മേ,
ഞാൻ അവരോട് സംസാരിച്ചു. അവരിപ്പ എത്തും. ദാ വന്നു നോക്ക്. അമ്മേ, ഇവർ ഇവിടെ എങ്ങനെ? മെഹന്തി ഇടുന്നവരുടെ അമ്മ ഇവിടെ എങ്ങനെ? ജയ അമ്മയ്ക്ക് അസുഖമാണെന്നല്ലേ പറഞ്ഞത്? നാട്ടിലാണെന്നും പറഞ്ഞു. എന്നാൽ അമ്മ മെഹന്തിയിടുന്ന പെൺകുട്ടികളുടെ കൂടെ എങ്ങനെ വന്നു? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അമ്മയോട് തന്നെ ചോദിക്കട്ടെ. അമ്മേ, അമ്മ എങ്ങനെ ഇവിടെ വന്നു? കിഷൻ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് വരൂ. ഞാൻ എല്ലാം പറയാം. അയ്യോ, ഇവളെല്ലാം പറയുന്ന തോന്നുന്നേ. നിങ്ങൾക്കറിയില്ല എന്നാ തോന്നുന്നേ. നിങ്ങളുടെ വൈഫ് ഇവരെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ അവരെ വിട്ട് ഞങ്ങളോടൊപ്പം വന്നത്. സുമൻ കിഷനോട് എല്ലാ കാര്യവും പറഞ്ഞു. സരളയുടെ കണ്ണിൽ കണ്ണീർ വന്നു. കിഷൻ എല്ലാവരെയും കൊണ്ട് വീട്ടിൽ വന്നതിന് ശേഷം, ജയേ, നിനക്ക് നാണമില്ലേ? എന്റെ അമ്മയെ നീ എത്രത്തോളം ദ്രോഹിച്ചു. നീ കാരണമാണ് എന്റെ അമ്മ കഷ്ടപ്പെടുന്നത്. ഇനി ഒരു നിമിഷം നീ എന്റെ കൂടെ താമസിക്കണ്ട. ബിട്ടുവിനെ ഞാൻ നോക്കിക്കോളാം. നീ ഇപ്പോൾ തന്നെ നിന്റെ വീട്ടിലേക്ക് പൊക്കോ. അങ്ങനെ പറയരുത്. നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ ഇരിക്കും? എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ. ഞാൻ വലിയ പാപം ചെയ്തു. അമ്മേ, എന്നോട് ക്ഷമിക്കൂ. കിഷൻ മോനെ, എനിക്ക് ആരോടും ദേഷ്യമില്ല. ജയോട് ക്ഷമിക്കും മോനെ. മനുഷ്യന്മാരെ തെറ്റ് ചെയ്യുള്ളൂടാ. ഞാൻ ജയോട് ക്ഷമിച്ചു. കിഷൻ സർ, നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ അമ്മ എന്റെ ഒപ്പം ജോലി ചെയ്യും. അന്നു മുതൽ ജയ അവളുടെ പെരുമാറ്റം മാറ്റി. സരള മൈലാഞ്ചിടുന്ന പണി നിർത്തിയില്ല. അവരാ പണി ചെയ്തുകൊണ്ടേയിരുന്നു. ജയ തന്റെ തെറ്റ് മനസ്സിലാക്കി. ഇപ്പൊ അവളും സരളയെ വളരെ നന്നായി നോക്കി. ഡൽഹിയിലുള്ള സന്ധ്യയുടെ അമ്മായി സന്ധ്യയ്ക്ക് വേണ്ടി ഒരു നല്ല വരനെ കൊണ്ടുവന്നിരുന്നു. നോക്കൂ ചേട്ടാ, എനിക്ക് ആ പയ്യന്റെ വീട്ടുകാരെക്കുറിച്ച് അധികം അറിയില്ല. പക്ഷെ അവരെക്കുറിച്ച് അയൽപ്പക്കക്കാരോട് ചോദിച്ചപ്പോൾ എല്ലാവരും നല്ലതെന്നാ പറഞ്ഞു. ശരി സുമൻ, നീ പറയുന്നതുകൊണ്ട് ഞാൻ പയ്യൻ വീട്ടുകാരെ വിളിച്ചു വരുത്താം. ആ സന്ധ്യയും ഒന്ന് കാണട്ടെ. സന്ധ്യയുടെ അമ്മായി ചെക്കന്റെ വീട്ടുകാരോട് സംസാരിച്ചു. കുറച്ച് ദിവസങ്ങളിൽ തന്നെ സന്ധ്യയുടെ കല്യാണം പുൽക്കിത്തിനൊപ്പം നടന്നു. ഈ ജോലിക്കാരിക്ക് ഇപ്പോഴാണ് ലീവ് എടുത്തു പോകാൻ തോന്നിയത്. അവൾക്ക് നന്നായി അറിയാതെ കല്യാണ വീടെന്ന്. പുതിയ മരുമകളും വന്നതാ. ഒരുപാട് പണിയുമുണ്ടാകും. എന്നാലും ലീവ് എടുത്തു പോയി. ഇപ്പൊ ഞാൻ വേറൊരു വേലക്കാരി എവിടുന്ന് അന്വേഷിക്കും? രാജേശ്വരി, ഒരു ചായ കൊണ്ടുവാ. കുടിക്കണമെന്ന് തോന്നുന്നു. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. എപ്പോഴും നിങ്ങൾക്ക് ചായ വേണം. എല്ലാ പാത്രവും അവിടെ കിടക്കുന്നു, അതറിയോ? ഒരു പാത്രം പോലും കഴുകിയില്ല. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെ ചായ ഉണ്ടാക്കും? അമ്മേ, ഞാൻ കോളേജിൽ പോകാം. എന്നോടിപ്പോ ലീവ് എടുക്കാൻ പറയണ്ട. എനിക്ക് വീട്ടിലെ പണികൾ ചെയ്യാൻ വയ്യ. ഇന്നൊരു പ്രോജക്റ്റും വെക്കേണ്ടതാണ്. അതുകൊണ്ട് ദയവ് ചെയ്തെന്നെ വിട്. അത് ശരി. ഇപ്പൊ നിനക്ക് കോളേജിൽ പോണോ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുമോന്ന് മനസ്സിലാകുന്നില്ല. സന്ധ്യയുടെ അമ്മായിമ്മ രാജേശ്വരി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴേ സന്ധ്യ അവർ പറയുന്നത് കേട്ടു. അവൾ അടുക്കളയിൽ ചെന്ന് പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി. മോളെ സന്ധ്യ, നീ അടുക്കളയിൽ എന്ത് ചെയ്യാ? ചെല്ല്, നീ പാത്രമൊന്നും കഴുകണ്ട. ഇപ്പോഴാ കല്യാണം കഴിഞ്ഞ് വന്നത് നീ. അമ്മേ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ പെട്ടെന്ന് തന്നെ ഇതൊക്കെ ചെയ്തോളാം. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ശരി, അപ്പോ നീ ഇങ്ങനെ പറഞ്ഞാ ഞാൻ വേറെ ജോലി ചെയ്തോളാം. അമ്മേ, അടുത്തുള്ള ആരോടെങ്കിലും ചോദിക്ക്. ചിലപ്പോൾ ഒരു ജോലിക്കാരിയെ കിട്ടിയാലോ? ഞാൻ ചോദിച്ചതാ. ഇപ്പൊ ഒരു വേലക്കാരിയെ ഫ്രീ ആയി ഇല്ലെന്ന്. പുൽക്കിത് ജോലിക്ക് പോയി. സന്ധ്യ വീട്ടുപണികൾ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ ദിവസം നടന്നുകൊണ്ടിരുന്നു. വേലക്കാരിയില്ല. അവളുടെ നാത്തൂൻ പൂജ രാവിലെ തന്നെ കോളേജിൽ പോകും. പിന്നെ അമ്മായിമ്മ കാലുവേദന എന്ന് പറഞ്ഞു ഉറങ്ങിക്കൊണ്ടേയിരിക്കും. സന്ധ്യയ്ക്ക് വീട്ടുപണികൾ ശരിയായിരുന്നു. ഒരു വൈകുന്നേരം, അമ്മേ, നിങ്ങൾ ശരിയായ മരുമകളെ കൊണ്ടുവന്നു. പാവപ്പെട്ട കുടുംബമായതുകൊണ്ട് പാവം എല്ലാ പണിയും ഒന്നും മിണ്ടാതെ ചെയ്യുന്നുണ്ട്. ഇതൊരു പണക്കാര വീട്ടിലെ പെൺകുട്ടിയായിരുന്നെങ്കിൽ അവൾ തീർച്ചയായും വീടിനെ ഒരു വഴിയാക്കിയിട്ടുണ്ടാകും. നമ്മൾ രണ്ടുപേരും ചേർന്ന് പാത്രം തേക്കുന്നുണ്ടാകും. അതുകൊണ്ട് അവളുടെ അമ്മയോട് ഞാൻ ശരിയെന്ന് പറഞ്ഞത്. എനിക്കറിയാം, പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾ വളരെ നല്ല സ്വഭാവമായിരിക്കും. വേലക്കാരി ഓടിപ്പോയി. ഇവളില്ലെങ്കിൽ നമ്മൾ എന്തായേനെ? രാജേശ്വരി, സന്ധ്യയെപ്പോലെ ഒരു മരുമകളെ കിട്ടിയതിൽ നീ അഭിമാനിക്കണം. ആ പാവം കുട്ടിയാ ജോലിയെല്ലാം തന്നെ ചെയ്യുന്നത്. അങ്ങനെ നാളുകളും കഴിഞ്ഞു. സന്ധ്യ വീട്ടിലെല്ലാവരെയും നന്നായി നോക്കിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം, പുൽക്കീത്, എന്തുപറ്റി? നിനക്കെന്താ ഒരു വിഷമം പോലെ? അതുമല്ലാതെ നീ ഇന്ന് ഓഫീസിലേക്കും പോയില്ല. അച്ഛാ, ജോലി പോയി. എന്റെ കമ്പനി ലോസിലാണ്. അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരുപാട് പേരെ അവർ പറഞ്ഞു വിട്ടു. എന്തു ചെയ്യും? വണ്ടിയുടെ CC, വീടിന്റെ ലോണ്, വീട്ടുചെലവിന് ഇനി എന്തു ചെയ്യും? എനിക്ക് മനസ്സിലാകുന്നില്ല. മോനെ പുൽക്കീത്, നീ വിഷമിക്കണ്ട. എല്ലാത്തിനും പരിഹാരം കിട്ടും. വേണമെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് ഞാനും ജോലിക്ക് പോകാം. അച്ഛാ, ഞാനുള്ളപ്പോൾ അച്ഛൻ ജോലി ചെയ്യാൻ പോകണ്ട.
പുൽകിത് പുതിയ ജോലിയെക്കുറിച്ച് വിഷമിച്ചു. അവനൊരു ജോലിയും കിട്ടിയില്ല. വീട്ടിലെ പൈസയുടെ പ്രശ്നവും വന്നു. പുൽകിത് അവന്റെ ബൈക്ക് വിറ്റു. വീട്ടിലെ ലോണിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചു. 15,000 ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കണം. അപ്പോഴാണ്, ചേട്ടാ, ഇത്തവണ എന്റെ കോളേജ് ഫീ ഒരുപാട് ലേറ്റായി. എന്റെ ഫൈനൽ ഇയർ അടുത്ത മാസം 5-നുള്ളിൽ 12,000 അടയ്ക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യണം. കിരൺ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാകും. ഞാൻ ചോദിച്ചു നോക്കാം. ഹലോ കിരൺ, ഞാൻ സന്ധ്യയാണ്. നീ സംസാരിച്ചു. പാർലറിൽ വേക്കൻസി ഉണ്ടോ? ഞാനത് സംസാരിച്ചു. അവർ മാസത്തിന് 12,000 പറയുന്നുണ്ട്. നീ ശരിയെന്ന് പറഞ്ഞാ ഞാൻ സംസാരിക്കാം. ശരി, നീ ശരിയെന്ന് പറഞ്ഞേക്ക്. കുറച്ചെങ്കിലും പൈസ വരില്ലേ? പാർലറിൽ മെഹന്തി ഇടുന്ന പണി വേണ്ടി പുൽകിത്തിനോട് സന്ധ്യ പറഞ്ഞു. ആദ്യം അവൻ വേണ്ടെന്ന് പറഞ്ഞാലും സന്ധ്യ മനസ്സിലാക്കി കൊടുത്തു. പുൽകിത്, നിങ്ങൾ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഞാൻ കൂടി ഉണ്ടാവുമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ വീട്ടിലും പുറത്തും എല്ലാ പണികളും ചെയ്തോളാം. ശരി സന്ധ്യ, നീ നാളെ പാർലറിലേക്ക് ജോലിക്ക് പൊയ്ക്കോ. അടുത്ത ദിവസം സന്ധ്യ വീട്ടിലെ പണികൾ ചെയ്ത് പാർലറിലേക്ക് പോയി. അവിടെ നാൾ മുഴുവനും മൈലാഞ്ചി ഇടുന്ന പണി ചെയ്ത് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തും. സന്ധ്യ അവളുടെ കുടുംബത്തിനെ സഹായിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. സന്ധ്യ നന്നായി മെഹന്തിയിടും. അവരുടെ അമ്മായിമ്മയ്ക്ക് ഈ കാര്യം സന്ധ്യ ജോലിക്ക് പോയതിനു ശേഷമാണ് അറിഞ്ഞത്. സന്ധ്യ പാർലറിൽ പണി ചെയ്ത് 1 മാസവുമായി. പാർലറിന്റെ ഓണറും സന്ധ്യയുടെ മെഹന്തി കണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സന്ധ്യ, നീ ഒരുപാട് കഷ്ടപ്പെടുന്ന കുട്ടിയാ. ഒരുപാട് ക്ലയൻസ് നിന്നെ അഭിനന്ദിച്ചിട്ടുണ്ട്. അവർ അവരുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ ഫംഗ്ഷന് നിന്നെയാണ് മെഹന്തിയിടാൻ ബുക്ക് ചെയ്യുന്നത്. പിന്നെ ഇതാ നിന്റെ സാലറി 12,000. പിന്നെ കല്യാണ സമയത്ത് നീ ഓവർ ടൈമും ചെയ്തു. അതിന് ഇതാ 6,000. താങ്ക് യു മാം, നിങ്ങൾക്ക് എന്റെ ജോലി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊക്കെ ദൈവത്തിന്റെ സഹായം കൊണ്ട് നടന്നതാ. സന്ധ്യ വീട്ടിൽ വന്നതും പൂജയുടെ കയ്യിൽ 12,000 കൊടുത്തു. പൂജ, ഇതാ നിന്റെ കോളേജ് ഫീസിനുള്ള പൈസ. നാളെ തന്നെ അത് അടച്ചേക്ക്. ചേട്ടത്തി, ഇത് നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് അതൊക്കെ എനിക്ക് തന്നല്ലോ. ഇല്ല ഏട്ടത്തി. പൂജ, നീ എന്നെ ഏട്ടത്തി എന്ന് വിളിക്കുന്നില്ലേ? ചേട്ടത്തി അമ്മയെ പോലെയാ. അപ്പൊ നീ ചേട്ടത്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങില്ലേ? നിന്റെ ചേട്ടൻ നിനക്ക് പൈസ തരില്ലേ? അപ്പൊ എനിക്കും അദ്ദേഹത്തിന് വ്യത്യാസം എന്താ? ഞാനും ഈ വീട്ടിലല്ലേ, അതുകൊണ്ട് ഇത് നീ വെക്കി. എന്നോട് ക്ഷമിക്കൂ ഏട്ടത്തി. ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരുപാട് മോശമായി ചിന്തിച്ചു. പുൽകിത്തിനും ഒരു ജോലി കിട്ടിയിരുന്നു. ഇപ്പൊ സന്ധ്യയും പുൽകിത്തും രണ്ടുപേരും പണി ചെയ്യുന്നു. രാജേശ്വരിയും പൂജയും വീട്ടുപണികൾ സന്ധ്യയെ സഹായിച്ചുകൊണ്ടേയിരുന്നു. കുടുംബത്തിൽ സന്തോഷം തിരികെ കിട്ടി.